ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്നറിയോ? കുമ്പളങ്ങ കൊണ്ട് ഒരു അടിപൊളി തോരന കേട്ടോ. നിങ്ങൾ കുമ്പളങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കുറേ കുമ്പളങ്ങ ഉണ്ടായിട്ടോ. ഞങ്ങളെ കുറേ കറി വെച്ചു, കുറേ പച്ചടി വെച്ചു, എല്ലാം വെച്ചിട്ടോ. പക്ഷേ തോരൻ വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് എളുപ്പത്തിൽ വേവും ചിജും നുറുക്കിയാൽ മതി. കുറച്ച് തേങ്ങ ഇതിട്ട നല്ല ടേസ്റ്റാട്ടോ. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇത് നല്ല ഹെൽത്തിയായൊരു ഫുഡുമാണല്ലോ കുമ്പളങ്ങ. എല്ലാ രോഗികൾക്കും പറ്റും. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കട്ടോ. അങ്ങനെ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ്, നമുക്ക് അതിക്കില്ല തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ജീരകം ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടോ. അപ്പോൾ അതിന് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഇപ്പോൾ. അങ്ങനെ അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് അതിക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നല്ലോണം എണ്ണ ചൂടായിട്ടോ കടുകിടാൻ പറ്റുക. അങ്ങനെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കട്ടോ. നമ്മളിപ്പോൾ തേങ്ങയിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, 2-3 എണ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വറ്റൽമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും വറ്റൽമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കടുവെടുക്കുമ്പോൾ. അതിനപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെ വറ്റൽമുളക് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുത്താലോ. 1 മുറി തേങ്ങ ഉണ്ട്, 3 പച്ചമുളകുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകമുണ്ട്, 5-6 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കാബേജ് പെരിക്കൊക്കെ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ല, അതേപോലെ ആക്കിയാൽ മതി. വല്ലാതെ അരഞ്ഞു പോകണ്ട. അങ്ങനെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതൊക്കെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചപ്പോഴാണ് ഇത് ആദ്യം ചതച്ചെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ കുമ്പളങ്ങയിൽ കുറച്ച് നേരം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചണം. 1 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ കടുക് താഴ്ചകൊണ്ട് കുമ്പളങ്ങ ഇട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കുമ്പളങ്ങയ്ക്ക് വലിയ വേഗം ഉണ്ടാവില്ല. നല്ലൊരു ഹെൽത്തിയായ ഫുഡാണ്. നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ. രാസവളം നോക്കിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ തൊടിയിലുള്ള വളത്തിലാണ് ഉണ്ടാകും. നാച്ചുറലായിട്ടുണ്ടാകും. ഇത് പഴയ കുമ്പളങ്ങയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് മൂത്ത കുമ്പളങ്ങ ആയതുകൊണ്ട് ഞാൻ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. ഇതൊക്കെ നമുക്ക് ആ കുമ്പളങ്ങയിൽ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നീരും ഒക്കെ അതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ആദ്യം നമുക്കൊരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചതച്ച തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, ചെറിയുള്ളി, വേപ്പിൻ്റെ ഇല ഇതൊക്കെ പാടെ ചതച്ചത് നമുക്കൊന്ന് അതിലിട്ട് തന്നെ തിരുമ്മി കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ അത് തിരുമ്മിക്കാണ്ട് നമ്മൾ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അത് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമേ. ഈ കുമ്പളങ്ങിയിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് വേവും ചെയ്യും. എളുപ്പത്തിൽ പോവും കേട്ടോ. അങ്ങനെ ലേശം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ടൊന്ന് കടുകെടുത്തുകൊണ്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലാക്കണം കേട്ടോ. ഇതൊക്കെ നല്ലോണം തിരുമ്മി കൊടുക്കാം. ഇങ്ങനെ തിരുമ്മുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ആ നീരൊക്കെ അതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. തേങ്ങയിൽ തിരുമ്മി പിടിപ്പിക്കുമ്പോഴേ അങ്ങനെ ഇതൊക്കെ നല്ലോണം കുറച്ച് വലിയൊരു പാത്രത്തിലാണെങ്കിൽ തിരുമ്മാൻ നല്ല സുഖമായിരുന്നു. കുഴപ്പമില്ല, അങ്ങനെ തിരുമ്മിയാൽ തന്നെ ഇതിൽ ആവും കേട്ടോ.
ചിലപ്പോൾ വേകുമ്പോൾ അങ്ങനെ യോജിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ തിരുമ്മിയിട്ട് നമ്മൾ കടുകർത്തയിക്കാൻ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി വെക്കാണ്ട് ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതൊക്കെ തിരുമ്മി കൊടുത്തു മതി. നമുക്ക് ഇനി കടുകർക്കാല പരിപാടികൾ നോക്കാം. ഇത് നല്ലോണം തിരുമ്മി യോജിപ്പിച്ചാണ് കേട്ടോ. അങ്ങനെ നമുക്ക് നോൺസ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ ആദ്യം പൊട്ടിയിട്ടുണ്ടല്ലോ വറ്റൽമുളകും. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് ഞാൻ ആദ്യം പൊട്ടിച്ചതാണ്. അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ആദ്യം ചതച്ചുകൊണ്ട് തിരുമ്പണമെന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ അത് വാങ്ങി വെച്ചിട്ട് ആദ്യം ചതക്കാൻ നോക്കി. അങ്ങനെയാണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ തിരുമ്മി വെച്ച കുമ്പളങ്ങി തേങ്ങ ഇതൊക്കെ പാടെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, സവാളയും പച്ചമുളകും അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കട്ടെ. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലൊരു മൂടി കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലോണം ഇട്ട് കൊടുത്ത് ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് നോക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് വരെ അങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അത് വേകുമ്പോൾ കുറച്ചുകൂടി ചെറുതായി വരും. ഇപ്പം അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കണക്കല്ല. ഇതല്ലേ വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിങ്ങാണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. ഇതിൽ ഈ വെള്ളം കൊണ്ട് തന്നെ അത് വെന്തിട്ടുണ്ട്. അല്ലേ, നല്ല അടിപൊളി കുമ്പളങ്ങ ഉപ്പേരിയാണ്. നമ്മൾ കുമ്പളങ്ങ കണ്ട് ഇങ്ങനെ വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അത് മാത്രം മതി കേട്ടോ കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ എല്ലാവരും. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിങ്ങൾ എല്ലാതും ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം കമൻസ് ഇട്ടുകൊണ്ടു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നേരായാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. നല്ല സാധനം കേട്ടോ. ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു. 5 മിനിറ്റിൽ ഉണ്ടാക്കാതെ കേട്ടോ. കുമ്പളങ്ങ ആകുമ്പോൾ പെട്ടെന്ന് പോകുമല്ലോ. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.